നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന ശക്തിയെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ. ഉപബോധ മനസ്സും സ്ത്രീ പുരുഷ ബന്ധവും എന്ന വിഷയമാണ് നമ്മുടെ ഈ പ്ലേലിസ്റ്റിന് ആധാരം. ഈ വീഡിയോക്ക് മുമ്പുള്ള വീഡിയോകളെല്ലാം കാണുന്നവരായിരുന്നു നിങ്ങളെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ഒരു പരിധിവരെ നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മുടെ ബോധമനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകളും വിശ്വാസങ്ങളും അതുപോലെ ഉപബോധ മനസ്സിൽ അതിനനുസൃതമായി രൂപപ്പെടുന്ന അനുഭൂതിയും ചിത്രങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വന്നു ചേരുന്ന 90% കാര്യങ്ങൾക്കും പിന്നിലെന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു മികച്ച ജീവിത പങ്കാളിയെ എങ്ങനെ നമുക്ക് ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. പുരുഷന്മാർക്ക് അവരുടെ ഇണകളായ സ്ത്രീകളെയും സ്ത്രീകൾക്ക് അവരുടെ ഇണകളായ പുരുഷന്മാരെയും ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള മാർഗം എന്താണ് എന്നാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള രൂപകൽപ്പനക്കനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്ന ജീവിത പങ്കാളി എന്ന് നാം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഉപബോധ മനസ്സിലെ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ആശയത്തെ മാറ്റി പുതിയൊരു ആശയത്തെ നിക്ഷേപിക്കുവാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ അവലംബിക്കുന്ന രീതി അഫർമേഷനുകളാണ്, ആത്മകൽപ്പനകൾ. അഫർമേഷനുകളിലൂടെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപബോധ മനസ്സിലേക്ക് പുതിയ ആശയങ്ങളെ നിക്ഷേപിക്കുക എന്നതാണ് നമ്മുടെ ഉദ്യമം. ഈ പറയാൻ പോകുന്ന അഫർമേഷനുകളെ ഉപബോധ മനസ്സിലേക്ക് നിക്ഷേപിക്കുകയും നമ്മുടെ ബോധമനസ്സുകൊണ്ട് ആ രീതിയിലുള്ള ജീവിത പങ്കാളിയെ നമുക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അതിനനുസൃതമായ ചിന്തകൾ മാത്രമേ ചിന്തിക്കാൻ ഇനി പോകുന്നുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മിലേക്ക് ആകർഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ആദ്യം വിശദീകരിക്കാൻ പോകുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള അഫർമേഷനാണ്. അതായത് സ്ത്രീകളെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള പുരുഷന്മാരുടെ അഫർമേഷനുകൾ. പിന്നീട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അഫർമേഷനുകളും വിവരിക്കും. എന്നാൽ പുരുഷന്മാരുടെ അഫർമേഷനുകളെ സ്ത്രീകളും സ്ത്രീകളുടെ അഫർമേഷനുകളെ പുരുഷന്മാരും ശ്രദ്ധിച്ച് വീക്ഷിക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്മാർ ഏത് രീതിയിലുള്ളവരാണെന്ന് പുരുഷന്മാരും അതുപോലെ പുരുഷന്മാർ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ ഏത് രീതിയിലുള്ളവരാണെന്ന് സ്ത്രീകളും മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഇനി നമ്മൾ അഫർമേഷനുകൾ വിശദീകരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി എപ്പോഴും പറയുന്നത് പോലെ അഫർമേഷൻ ഉപബോധ മനസ്സിലേക്ക് നൽകുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശ്രമസ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ശരീരത്തെയും മനസ്സിനെയും മറ്റ് ചിന്തകളിൽ നിന്നും റിലാക്സ് ആക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയെ വ്യതിചലിപ്പിക്കാൻ പോകുന്ന യാതൊന്നിനെയും ആ സമയത്ത് നിങ്ങൾ അനുവദിപ്പിക്കരുത്. ശാന്തമായ സമയവും സ്ഥലവും തിരഞ്ഞെടുക്കുക. എല്ലാ ദിവസവും ഇത് ആവർത്തിക്കുകയും ദിവസത്തിൽ ഒന്നിലധികം തവണ ഇങ്ങനെ ആവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും വളരെ നല്ലതാണ്. പ്രധാനമായും ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പും ഉറങ്ങി എഴുന്നേറ്റതിന് ഏറ്റവും അടുത്ത സമയവുമാണ് ഈ അഫർമേഷനുകൾ ആവർത്തിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സമയം. ശരി, അപ്പോൾ തുടങ്ങാം. ആദ്യമായി രാത്രിയിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും വിശ്രമസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ഇങ്ങനെ പറയുക: എൻ്റെ ശരീരം വിശ്രമസ്ഥിതിയിലാകുന്നു. ഞാൻ നിശബ്ദവും നിശ്ചിതവും സ്വീകാര്യവുമായ അവസ്ഥയിലുമാകുന്നു. ഇനി ഞാൻ എന്നോട് പറയുന്ന കൽപ്പനകളെല്ലാം പൂർണ്ണമായും ഞാൻ സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാൽഭാഗം മുതൽ തലഭാഗം വരെയുള്ള എല്ലാ അവയവങ്ങളും വിശ്രമസ്ഥിതിയിലേക്ക് വരുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. പൂർണ്ണമായും വിശ്രമസ്ഥിതിയിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഫർമേഷനുകളിലേക്ക് കടക്കാം. വിശ്രമസ്ഥിതിയിലേക്ക് മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുവരുമ്പോൾ ദീർഘമായ ശ്വാസോച്ഛ്വാസം പതിയെ സാവധാനം സമയമെടുത്തുകൊണ്ട് ചെയ്യുമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. പുരുഷന്മാർക്കുള്ള അഫർമേഷനുകൾ ഇങ്ങനെയാണ്: ഞാൻ
എന്നോട് പൂർണ്ണമായും യോജിപ്പുള്ള ഒരു ശരിയായ യുവതിയെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. ഞങ്ങളുടേത് ഒരു ആത്മീയ ബന്ധമാണ്. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ആത്മീയ സ്നേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ യുവതിക്ക് പ്രകാശം, സ്നേഹം, സമാധാനം, സന്തോഷം ഇവ പ്രദാനം ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിരസിക്കാൻ കഴിയാത്തത്ര പരസ്പരം ആകർഷിതരാണ് ഞങ്ങൾ. സ്നേഹത്തിനും സത്യത്തിനും സൗന്ദര്യത്തിനും സ്വന്തമായിട്ടുള്ളതിന് മാത്രമേ എൻ്റെ അനുഭവ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഞാൻ എൻ്റെ ആദർശ കൂട്ടുകാരിയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഈ അഫർമേഷനുകളെ നിങ്ങൾ എല്ലാ ദിവസവും ഒന്നിലധികം തവണ ആവർത്തിക്കുകയും നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെയുള്ള, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പുകഴ്ത്തുന്നത് പോലെയുള്ള അവളുടെ ഗുണങ്ങളെക്കുറിച്ച് നിശബ്ദമായി നിങ്ങൾ ഇടയ്ക്കിടെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്ത എന്താണോ അതിനനുസൃതമായ ഒരു മാനസികാവസ്ഥ നിങ്ങൾ നിർമ്മിച്ചെടുക്കും. പിന്നീട് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അഗാധമായ ശക്തി നിങ്ങളെ നിങ്ങളുടെ ചിന്തകൾക്കനുസൃതമായ ഒരു പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരാൻ സഹായിക്കും. ജീവശാസ്ത്രപരമായും മാനസികമായും പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്തരാണ്. ഏതായാലും സ്ത്രീകൾക്കുള്ള അഫർമേഷനുകളിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും വിശ്വസ്തനും സമാധാനപ്രേമിയും സന്തോഷമുള്ളവനും അഭിവൃദ്ധിയുള്ളവനുമായ ഒരു പുരുഷനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പുകഴ്ത്തിപ്പറയുന്ന ഈ ഗുണങ്ങളൊക്കെ എൻ്റെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിശിഷ്ടമായ ഗുണങ്ങളെപ്പറ്റി സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഗുണങ്ങളുള്ള ഒരു പുരുഷനെ എന്നിലേക്ക് ആകർഷിച്ചെടുക്കാൻ എൻ്റെ ഉപബോധ മനസ്സിന് സാധിക്കുന്നുണ്ട്. ആ പുരുഷന്റെ സമാധാനത്തിനും സന്തോഷത്തിനും പങ്കുവഹിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ആദർശങ്ങളെ അദ്ദേഹം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം എന്നെ പുനർനിർമ്മിക്കാനോ മറിച്ച് ഞാൻ അദ്ദേഹത്തെ പുനർനിർമ്മിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സ്വാതന്ത്ര്യവും ബഹുമാനവുമുണ്ട്. ഇതാണ് സ്ത്രീകൾക്കുള്ള അഫർമേഷനുകൾ. ഈ അഫർമേഷനുകളെ സ്ത്രീകളും നിത്യേന ആവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന ഈ ഒരു പ്രവൃത്തിയെ എല്ലാ ദിവസവും പരിശീലിക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉപബോധ മനസ്സ് അതിനൊരു ആശയമായി സ്വീകരിക്കുകയുള്ളൂ. നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്ട ഗുണങ്ങളോട് കൂടിയ ഒരു പുരുഷനെയും സ്ത്രീയെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് അതിയായി ആഗ്രഹമുള്ള ആ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരത്തിലുള്ള അഫർമേഷനുകളെ ഉപബോധ മനസ്സിലേക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഉപബോധ മനസ്സിന്റെ അനന്തമായ ബുദ്ധിശക്തി നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായ അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യയായ ഒരു ഇണയെ കൊണ്ടുവന്നു തരും. എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ ലഭിച്ചതിന് ശേഷം നിങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ തന്നെ പരസ്പരം കൈമാറുവാൻ വേണ്ടി മാനസികമായി തയ്യാറെടുത്തിരിക്കുകയും വേണം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു സ്ത്രീയുടെ കഥയാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ 3 വിവാഹങ്ങൾ കഴിക്കേണ്ടി വന്നു. 3 വിവാഹങ്ങളിലൂടെ ലഭിച്ച ഭർത്താക്കന്മാരും ഏകദേശം ഒരുപോലെ സ്വഭാവമുള്ള ആളുകളായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നും ആദ്യ വിവാഹങ്ങളിൽ നിന്നും എന്ത് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ അവസാന വിവാഹം വിജയകരമായ ഒരു ദാമ്പത്യത്തിലേക്ക് എത്തിച്ചതെന്നുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. അതിൽ നിന്നും നമ്മുടെ ദാമ്പത്യത്തിലേക്ക് പകർത്താൻ നമുക്ക് ആവശ്യമായ ധാരാളം കാര്യങ്ങൾ ലഭിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും മറിച്ചുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഈ വീഡിയോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ വിടാം.